ഇപ്പം നമുക്കറിയാം മാർച്ച് വി ആർ സെലിബ്രേറ്റിംഗ് വുമൻസ് ഡേ, മാർച്ച് 8 അല്ലേ? അപ്പം ആസ് എ മോം ട്രേഡർ അല്ലെങ്കിൽ ഒരു വുമൺ ട്രേഡർ എന്നുള്ള രീതിയിൽ എന്താണ് ശരണ്യക്ക് എന്താ പറയുക വുമൻസിനോട് പറയാനുള്ളത്? ഒറ്റയ്ക്കാണ് ട്രേഡ് എടുക്കുന്നെങ്കിൽ കുറച്ച് ഇഷ്യൂസ് കാരണം എനിക്ക് എന്റെ ജോബ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതിന്റെ നഷ്ടങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നിടത്താണ് നമുക്ക് അവിടെ എന്താ പറയുക അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഹൗ യു ഡീൽ ദാറ്റ്, ഹൗ യു ഓവർകം ദാറ്റ്, എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? അപ്പോൾ അതും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത്ര രൂപ നമുക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ കപ്പാസിറ്റി ഇതൊക്കെ വെച്ചിട്ടാണ് അവർ സെഗ്മെന്റ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും എന്താ പറയുക ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം FD ഇടുക എന്നുള്ളതാണ്, അതേപോലെ ചിറ്റ് ഫണ്ട്സ് ഒക്കെ. അപ്പോൾ ഇവർക്ക് അധികം അറിയുന്ന കാര്യം അതാണ്. 2 months 3 months ഒക്കെ കോഴ്സസ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഈവൻ ഒരു ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ സ്ട്രൈക്കിൻ്റെ വരെ ഡീറ്റെയിൽസ് നമുക്ക് അതിന് കിട്ടാനുണ്ട് ഇപ്പം. നമസ്കാരം, എൻറിച്ച് മലയാളം പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. സോ ഞാൻ ദീപ്തി. നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൽ നമ്മൾ ഒരുപാട് മാർക്കറ്റ് എക്സ്പേർട്സുമായിട്ട് സംസാരിക്കുകയാണ്, ഒരുപാട് നോളജ് ഷെയർ ചെയ്യുകയാണ്. അതിൽ ഇന്നത്തെ അതിഥി എസ്പെഷ്യലി ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡാണ്. അതായത് എസ്പെഷ്യലി ഫോർ വുമൺ ആൻഡ് മോംസ്, നമുക്ക് ജനറൽ ആയിട്ട് വുമൻസ് എന്ന് പറയാം. യൂഷ്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെൻ ആൻഡ് വുമൺ കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ മെൻ ആൻഡ് കോൺട്രിബ്യൂഷൻ ആണ് കൂടുതലായിട്ടുള്ളത്. സോ വുമൻസിൻ്റെ കോൺട്രിബ്യൂഷൻ അത്രയും വന്നിട്ടില്ല ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് ആയിക്കോട്ടെ ട്രേഡിംഗ് ആയിക്കോട്ടെ. എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടാണ് ഇനിയും അവർക്കതൊരു കംഫർട്ടബിൾ സോൺ ആയിട്ട് തോന്നാത്തത്? ഇല്ലെങ്കിൽ ഇനിയും ആ ഒരു കുറേ പേർക്കൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഫിയർ ഫാക്ടർ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും, എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാം. ഒരു വുമൺ ആയിട്ട്, ഒരു ട്രേഡർ ആയിട്ടും, അതേപോലെ ഒരു ഇൻവെസ്റ്റർ ആയിട്ടും, അതിലുപരി താൻ നേടിയെടുത്ത ആ ഒരു നോളജ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു ട്രെയിനറായിട്ടും കൂടെയാണ് സോ ഈ ഒരു വുമൺ വർക്ക് ചെയ്യുന്നത്. സോ വേറെ ആരുമല്ല, ദ മോം ട്രേഡർ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ് മിസ് ശരണ്യ ദേവ്. സോ വെൽക്കം. താങ്ക് യു. നമുക്കിപ്പം ഫസ്റ്റ് ഞാൻ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ തുടങ്ങാം. ഓക്കെ. ഒരു വുമൺ ആയിട്ട് എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ആയത്? ആൻഡ് സോ ഹൗ ഇസ് യുവർ ജേർണി ആസ് എ ട്രേഡർ? ഇൻവെസ്റ്റേഴ്സിനാണോ തുടങ്ങിയത്, ഇല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്കാണോ ആദ്യമായിട്ട് വന്നത്? എങ്ങനെയായിരുന്നു ആ ജേർണി? ഞാൻ ആക്ച്വലി ഒരു സിവിൽ എഞ്ചിനീയറാണ്, ബേസിക്കലി സിവിൽ എഞ്ചിനീയറാണ്. പക്ഷേ അതിന് ശേഷം കുറച്ച് ഇഷ്യൂസ് കാരണം എനിക്ക് എൻ്റെ ജോബ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞൊരു മോനുണ്ട്. അപ്പോൾ മോനെയും വെച്ചിട്ട് ചെയ്യുന്നൊരു ജോബ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ജോബ് സീക്കിംഗ് എന്നുള്ള ലെവൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ ഒത്തിരി സെഗ്മെൻറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഫൈനലി ഞാൻ എത്തിയത് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്കിതിനെക്കുറിച്ച് ഒരു നോളജും ഇല്ല, എന്താണ് സംഭവം എന്ന് പോലും എനിക്കറിയില്ല. ആകെ എനിക്കൊരു 3 days ക്ലാസ്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ക്ലാസ് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇൻവെസ്റ്റിംഗ് ആണ് നമുക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സെഗ്മെൻറ്റ് തന്നെ ഓപ്ഷനാണ്. മീൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വെച്ചിട്ട് ഏറ്റവും ഡേഞ്ചറസ് സെഗ്മെൻറ്റാണ് FNO എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. അപ്പം ഞാൻ ആദ്യമേ ചെന്ന് ഇറങ്ങിയത് തന്നെ FNOയിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള നല്ല ടെൻഷനും പേടിയൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും പറ്റുന്ന പോലെ തന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് എൻ്റെ ക്യാഷ് ടോട്ടലി വൈപ്പ് ഔട്ടായി പോവുക ചെയ്തത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എത്രത്തോളം നോളജോടെ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നോ അത്രയും നമുക്ക് അതിൽ നിന്നുള്ള നഷ്ടങ്ങൾ കുറവായിരിക്കും. നമുക്ക് ഉണ്ടാക്കുന്ന പ്രോഫിറ്റൊക്കെ ബൈ പ്രൊഡക്റ്റാണ്. പക്ഷേ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നിടത്താണ് നമുക്ക് അവിടെ എന്താ പറയുക അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ എന്താ പറയുക ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് നഷ്ടങ്ങൾ മാത്രമാണ്. ഇതൊരു എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഇതൊരു ജോബാണ്, 9 to 5 ജോബ് എന്ന് പറയുന്നത് പോലെ തന്നെ 9:15 to 3:30 ആണ് ഇതിന് മാർക്കറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ഒരു ടൈമിൽ എനിക്കൊരു ജോബ് കിട്ടുന്നു, ആ ജോബിന് കിട്ടുന്ന സാലറി ഇൻകമാണിത് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം മന്ത് എൻഡ് ആകുമ്പോഴേക്കും നമുക്ക് ഓരോ ദിവസത്തെയും സാലറി മാത്രം കൂട്ടിക്കൂട്ടി നമുക്കൊരു എമൗണ്ട് കിട്ടും. ഇതാണ് എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ എനിക്ക് ട്രേഡ് എടുക്കാനേ പറ്റിയിട്ടില്ല. സെക്കൻഡ് ഡേ ലോസ്, തേർഡ് ഡേ ലോസ്, ഇങ്ങനെ പോയിട്ട് എൻ്റെ ക്യാഷ് വൈപ്പ് ഔട്ട് ആകുന്ന സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എന്താ പറയുക ഇത്രയും റിസ്ക് ഉള്ള സംഭവമാണിത്. ഒരിക്കലും നമുക്ക് ആദ്യമേ തന്നെ ഒരു 3 days ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു 2 month ക്ലാസ് കൊണ്ടാണെങ്കിൽ പോലും ഫുള്ളായിട്ട് നമുക്കിതിൽ എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി നോളജ് നമ്മൾ അക്വയർ ചെയ്യണം, കുറച്ചും കൂടി നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം. അതിനുശേഷം മാത്രം ഇറങ്ങുന്ന ഒരു സെഗ്മെൻറ്റാണിതെന്ന് പിന്നെ എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ലാസ്റ്റ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഡീപ്പായി പഠിച്ച് പിന്നെ ഞാൻ പതുക്കെ ഇൻവെസ്റ്റിങ്ങിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് എനിക്കൊരു സ്റ്റാൻഡ് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ സ്റ്റാൻഡ് ആവുന്നത് ഇൻവെസ്റ്റിംഗ് തുടങ്ങിയപ്പോഴാണ്. സ്വിംഗ് ട്രേഡും പിന്നെ ലോങ് ടൈം ഒക്കെ ആയിട്ട് ചെയ്തപ്പോൾ. അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടെ കഴിഞ്ഞ് എന്താ പറയുക എമൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയപ്പം മീൻസ് സ്വിംഗ് ട്രേഡിൽ നിന്നൊക്കെ ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്തപ്പോൾ ഞാൻ അതാണ് ഓപ്ഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ എനിക്ക് അപ്പോൾ അതൊരു നഷ്ടം വന്നാലും എൻ്റെ ക്യാപിറ്റലല്ല പോകുന്നത്. മീൻസ് എന്താ പറയുക ആദ്യം കിട്ടിയ പ്രോഫിറ്റാണ് എനിക്കിവിടെ ലോസ് വരുന്നത്. അപ്പോൾ എനിക്കിത് മാനേജബിൾ ആണ്. അപ്പോൾ ടെൻഷൻ കുറവായിരിക്കും, ഇമോഷണലി വലിയ ഡെസ്പ് ആവുന്നില്ല. അപ്പോൾ അതൊരു സേഫ് സോൺ ആണെന്ന് മനസ്സിലായി.
പിന്നെ ഞാൻ പതുക്കെ സ്വിങ് ചെയ്തു, പ്രോഫിറ്റായി, ഓപ്ഷനിലേക്ക് വന്നു. പിന്നെ മെയിൻലി ഫോക്കസ് ചെയ്തത് ഓപ്ഷൻ മാത്രമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ കാര്യം, ഈ ഒരു ലോസ് വരുന്ന സമയത്ത് യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി എസ്പെഷ്യലി എ വുമൺ എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് എക്സിറ്റ് ചെയ്യും, നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ആക്ച്വലി വുമൻസ് ആർ എ ഗുഡ് ഫൈനാൻഷ്യൽ പ്ലാനർ എന്ന് പറയും അല്ലേ. പക്ഷെ ഇങ്ങനെ ഒരു ലോസ് വരുന്ന സമയത്ത് ഒരുപാട് വുമൻസിന് എക്സിറ്റ് ചെയ്ത് പോകാറുണ്ട്, മെൻസ് ആണെങ്കിലും എക്സിറ്റ് ചെയ്ത് പോകാറുണ്ട്. ബട്ട് എന്താണ് അങ്ങനെ എക്സിറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? എന്താണ് അവരോട് പ്ലാൻ ചെയ്യേണ്ടത്? എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഇവരാദ്യം വരുന്ന സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ലോസ് ഉണ്ട്, പ്രോഫിറ്റ്, ഇതൊക്കെ മിക്സ്ഡ് ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വരുന്നത്. പക്ഷേ ഈവൻ ഒരു ഫസ്റ്റ് ഡേ ട്രേഡിൽ ഒരു 1000 rupees ലോസ് വന്നാൽ പോലും അവർക്കത് എഫോർഡ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ആയിട്ടില്ല. പക്ഷേ അവർ പറയുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട് അവിടെ ലോസ് ഉണ്ടാകും, എനിക്കറിയാം, എനിക്കത് ഓക്കെയാണ്, എല്ലാ മാസവും പ്രോഫിറ്റ് ഉണ്ടാവില്ല, എനിക്കത് ഓക്കെ ആണെന്നൊക്കെ പറയും. പക്ഷേ ഫസ്റ്റ് ഡേ ഒരു 1000 rupees ലോസ് അല്ലെങ്കിൽ മന്ത് എൻഡ് വരെ ചെയ്തിട്ട് നമുക്കൊരു 5% ലോസ് വന്നാൽ പോലും അത് വലിയ ടെൻഷനായിട്ടും പിന്നെ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു ഇതിലോട്ടൊക്കെ അവരെത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ അടുത്തും അതേപോലെ എന്താ പറയുക, എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ലോസ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ആദ്യം മെൻ്റലി നമ്മളതിന് ഓക്കെ ആവണം. എന്നാൽ മാത്രമാണ് നമുക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടുള്ളൂ. അപ്പോൾ ക്യാഷ് മാത്രം എന്നും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സാധനമേ അല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു ടെൻഷനും പേടിയും ഒക്കെ ഇതിന്, പിന്നെ എസ്പെഷ്യലി വുമൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവരുടെ ക്യാഷ് കൊണ്ടല്ല അവർ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ പാരൻസ് വീട്ടിൽ നിന്നാകാം, ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്നാകാം. അപ്പോൾ ഇവർക്ക് അവരുടെ അടുത്തും കൂടെ എന്താ പറയുക, ഒരു ലോസ് വന്ന അതെ പറഞ്ഞ് അവരെ ബോധിപ്പിക്കാൻ അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊരു ടെൻഷൻ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അവർക്ക് പറ്റുന്നത് ആദ്യം എന്താ പറയുക, ഇൻവെസ്റ്റിങ്ങിലേക്ക് ഇറങ്ങാം. അപ്പോൾ എന്തുകൊണ്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും റിസ്കി സെഗ്മെൻ്റ് ആണ്. പക്ഷേ അതല്ലാതെ ഇവർക്ക് SIP ആയിട്ട് ചെയ്യാം, ഇൻവെസ്റ്റിംഗ് ചെയ്യാം, ഇങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്യാം. ഇതൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും സേഫ് സോണാണ്. അപ്പോൾ ആ ലെവലിൽ നിന്നതിൻ്റെ ശേഷം അവിടുന്ന് ഒരു പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് മാത്രം ഇറങ്ങാൻ പറ്റുന്ന സെഗ്മെൻറ്റാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രോപ്പറായിട്ട് നോളജോ ഒരു എഡ്യൂക്കേഷൻ ഇതില്ലാതെ ഇറങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടും ക്യാഷ് പോകും. അത് എവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഏത് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിലും നമ്മളതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട്, നമ്മൾ അതിന് വേണ്ടി എടുക്കുന്ന ഒരു മീൻസ് എന്താ പറയുക, ഒരു ജോബാണെന്നിരിക്കട്ടെ, ജോബാണെങ്കിൽ നമുക്ക് 9 to 5 ജോബാണ്. അപ്പോൾ നമ്മൾ അത്രയും സമയം വർക്ക് ചെയ്യണം. പിന്നെ ഒരു ബിസിനസ് ആണെങ്കിൽ, ബിസിനസ് ആകുമ്പം 24/7 നമ്മൾ വർക്ക് ചെയ്യണം ബിസിനസ് ആകുമ്പോൾ. പക്ഷേ ഇത്രയും ടൈം നമ്മൾ സമ്മപ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിലേക്ക് അല്ലെങ്കിൽ 15 മിനിറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുകയാണ്. അപ്പോൾ അത്രയും ബാക്ക് എൻഡ് നമ്മൾ വർക്ക് ചെയ്യുക വേണം, സ്വന്തം എഫേർട്ട് എടുക്കണം, വർക്ക് ചെയ്യണം. അപ്പോൾ വുമൻസിന് പറ്റുന്നൊരു പ്രശ്നവും അത് തന്നെയാണ്. വീട്ടിൽ നിന്നാണെങ്കിലും അതിന് വേണ്ടി ടൈം എടുക്കാൻ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഒരു സമയം, പക്ഷെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്ര എന്താ പറയുക, ഒരു ജോബിനൊക്കെ പോയിട്ട് അത്രയും എഫേർട്ട് എടുക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം, ബസ്സിൻ്റെ പുറകെ ഓടിപ്പോയി കഷ്ടപ്പെട്ട് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ. പക്ഷെ അവരത് അതിനുള്ളൊരു ലെവലിലേക്ക് എത്തുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരുപാട് വുമൻസിനെ ഇപ്പോൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവില്ലേ ഈ ഒരു ഫ്യൂ ഇയേഴ്സിൽ. അപ്പോൾ എന്താ ശരണ്യ ഐഡന്റിഫൈ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതിൽ സസ്റ്റെയിൻ ചെയ്ത സക്സസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും തീർച്ചയായിട്ടും. സോ വാട്ട് ഇസ് ദ ഡിഫറൻഷിയേറ്റ്, അവരെ രണ്ടുപേരും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവരാദ്യമേ അതിൻ്റെ കറക്റ്റ് ഫാക്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, ലോസ് ഉണ്ടാകും, നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റണം, അവരെ കൊണ്ട് അത് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ട്രേഡ് എടുക്കാൻ ടെൻഷനായിട്ട് എടുക്കാതിരിക്കുമ്പോഴാണ് പിന്നെയും പ്രശ്നം വരിക. അപ്പോൾ നമ്മളവിടെ എൻഡ് ചെയ്യുവാണല്ലോ, നമുക്കൊരു സ്കോപ്പ് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ്ലി ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യണം. അത്രമാത്രം ഹാർഡ് വർക്ക് അതിൻ്റെ ബാക്ക് എൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സക്സസ് ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ പാർട്ടാണ് ബാക്ക് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ടെക്നിക്കൽ ടൈമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് മാസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഒരു ബിസിനസ് ആയാലും നമ്മൾ പഠിച്ചിട്ട് വേണമല്ലോ ഇറങ്ങാനായിട്ട്. അപ്പോൾ അതേപോലെ ട്രേഡിനെ കുറിച്ചാണെങ്കിലും ഒരു 2-3 മാസത്തെ ചാർട്ടൊക്കെ എടുത്ത് വെച്ച് അത് പഠിച്ച് അത് മനസ്സിലാക്കി ചെയ്താൽ അവർ ഓക്കെ ആയിരിക്കും. പക്ഷെ അതിന് മെനക്കെടാതെ ഇത് ഈസി മണിയാണെന്നുള്ളൊരു ചിന്ത ഇവർക്ക് ആദ്യമേ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇപ്പോഴത്തെ വീഡിയോസും റീൽസും കാണുമ്പം എന്താ പറയുക, 1 lakh പ്രോഫിറ്റ്, അങ്ങനെ പ്രോഫിറ്റ് ഷീറ്റുകൾ മാത്രമേ കാണുന്നത്. ആ 1 lakh പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുണ്ടാകും എന്ന് ചിന്തിക്കുന്നതേ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പം എൻ്റെ അടുത്ത് 10,000 rupees ഉണ്ട്, ഇത്ര ആൾക്കാർ 1 lakh ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? അല്ലെങ്കിൽ എനിക്കൊരു മാസം 20,000 ആവശ്യമുണ്ട്, അപ്പോൾ എനിക്കത് വേണം, അതിന് എത്ര ക്യാപിറ്റൽ വേണമെന്ന് ചിന്തിക്കുന്നതേ ഇല്ല. അപ്പോൾ അത് നമ്മൾ മാക്സിമം നമ്മൾ എത്തുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ഓക്കെ, ഇതിൽ തന്നെ ഇപ്പം ശരണ്യ ഫസ്റ്റ് ലോസിലൂടെയാണ് വന്നത് അല്ലെ? ഫസ്റ്റ് ഓൾമോസ്റ്റ് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഒരു 70% 80% സോ വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട്. ഹാവ് യു ഡീൽ ദാറ്റ്? ഇപ്പം അതാണ് എല്ലാവർക്കും ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. ഹാവ് യു ഡീൽ ദാറ്റ്? ഹാവ് യു ഓവർകം ദാറ്റ്? എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? സോ ഇപ്പൊ അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് സോ മേ ബി എങ്ങനെയാണോ അത് ഓവർകം ചെയ്ത് അവർക്കും അത് എന്താ പറയാ എത്താൻ പറ്റും. അതെന്ന് വെച്ചാൽ ഇത്ര രൂപ നമുക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് തിരിച്ച് കിട്ടാനും പറ്റുന്നൊരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് ക്യാഷ് കളയാൻ പറ്റുന്നിടത്തു നിന്ന് കിട്ടാനും പറ്റുമല്ലോ. നമ്മൾ ക്യാഷ് പോണത് വേറെ ആൾക്കാണെന്നാണ് നമ്മളൊരു ധാരണയുള്ളത്. അപ്പോൾ അതേപോലെ നമുക്കും ആ ക്യാഷ് കിട്ടാനുള്ള വഴി ഇതിൻ്റെ അകത്തുണ്ട്. അത്രയും എന്താ പറയുക, വൈഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇതിനെക്കുറിച്ച് ആരും അത്രയും ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ പോപ്പുലേഷൻ വെച്ച ഒരു 145 CR ഉണ്ടായിരിക്കും. അതിൽ വെറും 21 കോടി മാത്രമാണ് ഡിമാറ്റ് അക്കൗണ്ട് നമുക്കുള്ളത്. ബാക്കിയുള്ളവർ അതിനെക്കുറിച്ച് ബോധേഡ് ആവുന്നില്ല. അവർ പഴയത് എന്താ പറയുക, ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഇപ്പോഴും FDയും ബാങ്ക് FDയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഡിപ്പെൻഡ് ചെയ്ത് പോകുവാണ്. പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക സക്സസ് റേഷ്യോ മനസ്സിലാക്കണമെങ്കിൽ ഇതൊരു ഈസി മണി അല്ല എന്നുള്ള കാര്യം ഫസ്റ്റ് മനസ്സിലാക്കുക. ഇതിനൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഏത് സെഗ്മെൻറ്റിൽ നിന്നാണെങ്കിലും, ഇപ്പോൾ നമുക്ക് ഒത്തിരി സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഓപ്ഷൻസ് ചെയ്യാം, സ്വിംഗ് ട്രേഡ് ചെയ്യാം, അതേപോലെ എന്താ പറയുക ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഒന്നും വേണ്ട, കുറച്ച് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ നല്ല സ്റ്റോക്ക് നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10 വർഷം കഴിഞ്ഞ് നമുക്ക് നോക്കിയാൽ മതി. ഒരു സ്ഥലം വാങ്ങിയിടുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഗോൾഡ് വാങ്ങി വെക്കുന്നത് പോലെയൊക്കെ നമുക്ക് ആ സമയത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഇടയ്ക്കൊക്കെ ന്യൂസ് കാണാം, പണ്ടെങ്ങാണ്ടൊക്കെ വാങ്ങിയിട്ട് സ്റ്റോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഷെയർ വെച്ചിട്ട് കോടികളൊക്കെ കിട്ടുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ധാരണ വെച്ചിട്ടെങ്കിലും കുറച്ച് പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ അത് ബെനിഫിറ്റ് തന്നെയാണ്. അപ്പം ഒരു എന്തുകൊണ്ടാണ് ഈ ഒരു മോം ട്രേഡർ എന്നുള്ളൊരു കോൺസെപ്റ്റ്? സോ യുവർ മോം ഇവിടെ ഇത് മാത്രമല്ല, എനിക്കൊന്ന് മോം ട്രേഡറിൽ മെന്നും ട്രേഡിംഗിന് വരുന്നുണ്ട് അല്ലേ? സോ എന്താണ് ആ ഒരു മോം ട്രേഡർ കമ്മ്യൂണിറ്റി, ഇല്ലെങ്കിൽ എന്ത് ഗ്യാപ്പാണ് ഫില്ല് ചെയ്യാൻ പിന്നെ ശരണ്യ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സോ വാട്ട് ഇസ് എന്താണ് ഈ ഒരു മോം ട്രേഡർ കമ്മ്യൂണിറ്റിയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് എനിക്ക് ആ പേര് വന്നത് ആക്ച്വലി ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്കും എന്താ പറയുക, പേഴ്സണലി എനിക്ക് ആ മോം എന്നുള്ള വേർഡ് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ആ പേര് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതിൻ്റെ മീനിങ്സ് ഒരുപാടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു പേര് സജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇട്ടത് തന്നെ. പക്ഷേ അത് ഒത്തിരി എന്താ പറയുക, മോംസ് എന്ന് വെച്ച് ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. വുമൻസ് ഒത്തിരി പേരും മാരേജ് കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ജോബിന് പോകാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇത്ര സമയം മതി, ഒരു 1 hour പഠിക്കാനായിട്ടും ഒരു ഹാഫ് ആൻ അവറെങ്കിലും ട്രേഡ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ അവർക്ക് എന്താ പറയുക വലിയൊരു ഇൻകത്തിലേക്കല്ല, ഒരു ജസ്റ്റ് അവർക്ക് വേണ്ടത്രയും എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ എന്തുകൊണ്ടും അവർക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണിത്. അതുകൊണ്ടാണ് മോംസിന് വേണ്ടിയിട്ട്, സ്പെഷ്യലി വുമൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മെൻസിൻ്റെ അടുത്ത് നമുക്ക് എൻക്വയറി വന്നപ്പോൾ നമ്മൾ അതിലോട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് വരികയാണ്, ഒരു ഫ്രഷർ. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എവിടെ പോയി നമ്മൾ ചോദിച്ചാലും എല്ലാവർക്കും ആഗ്രഹമുണ്ട് ട്രേഡ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം, അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ട്. പക്ഷെ സസ്റ്റെയിൻ ആവുന്നില്ല. ആരുമില്ലെങ്കിൽ 10 പേര് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 പേര്. പക്ഷെ മെന്നിന്റെ കാറ്റഗറി അങ്ങനെയല്ല. കുറച്ചുകൂടെ 10 പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 7-8 പേരെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വുമന്റെ അങ്ങനെയല്ല. സോ എന്താണ് ഒരു പ്രോപ്പർ ഗൈഡൻസ്? എവിടുന്ന് തുടങ്ങണം? ഫസ്റ്റ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ള കാര്യമാണ്. അതിന് എവിടുന്ന് തുടങ്ങണം? അവർക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ ഈ ട്രേഡിംഗിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന ട്രേഡിംഗിലേക്ക് എത്തേണ്ടത് എന്നുള്ളത്? ഓക്കെ, ഇപ്പോൾ ഒത്തിരി ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരാൾക്ക് പഠിക്കണം തോന്നിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താ പറയുക, എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സുകളും എല്ലാ വീഡിയോസുകളും കാണാതിരിക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഒത്തിരി ഫേക്കായിട്ടുള്ള ഇഷ്ടങ്ങൾ അവർക്ക് കിട്ടും, ആഗ്രഹങ്ങൾ വരും. ഒത്തിരി പ്രോഫിറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ടൊക്കെ 1 lakhിനും 2 lakhിൻ്റെ ഒക്കെ പ്രോഫിറ്റ് ഷീറ്റ് കാണുമ്പം ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചിന്ത വരുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ഇല്ലാതാക്കുക. ഇതൊരു ബിസിനസ്സാണെന്നുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇതിന് കുറച്ച് എഫേർട്ട് എടുത്ത് പഠിക്കണം. അതിന് സമയം എനിക്ക് എത്ര മാറ്റി വയ്ക്കാനുണ്ട് അത് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക. ഒരു എഫേർട്ട് എടുത്താൽ മാത്രമേ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ സമയം ഉണ്ടോ എന്നുള്ള കാര്യം സ്വന്തം ചിന്തിച്ച് നോക്കുക. അതിന് പറ്റുമെങ്കിൽ അത്യാവശ്യം എവിടെയാണ് ഇപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ചെന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ കുറേ റൂൾസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾ ഇത്ര പോർഷൻസ് ഇത്ര ദിവസം കൊണ്ട് കവർ ചെയ്യണം, ഇത്ര കാര്യങ്ങൾ പഠിക്കണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ അതേപോലെ അവർക്ക് കുറച്ച് റൂൾസ് ഉണ്ടാവും. ഒരു ട്രേഡ് സ്ട്രാറ്റജി ആണെങ്കിൽ പോലും അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരുടേതായിട്ട് കുറച്ചുണ്ടാകും. അത് പക്കാ ഫോളോ ചെയ്യാം. അതൊരു മെയിൻ ഫാക്റ്റാണ്. കാരണം
ഒരിടത്ത് പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന റൂൾസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളൊന്നും ഇവർ ഫോളോ ചെയ്തു എന്ന് വരില്ല. പക്ഷെ ഒരു ധാരണ ഇപ്പം നമ്മുടെ തന്നെ വന്നൊരു അനുഭവമാണ്. നമുക്കിവിടെ 2 month ആണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ കുറച്ച് പേര് ജോയിൻ ചെയ്തു, കുറച്ച് പേര് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്നു. പക്ഷെ 2-3 പേര് അറ്റൻഡ് ചെയ്യുന്നതേ ഇല്ല. വല്ലപ്പോഴും ക്ലാസ്സിന് കയറുന്നു, റെക്കോർഡിങ്സ് കാണുന്നില്ല, പഠിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ 2 month ആണ് നമ്മൾ സമയം പറഞ്ഞത്, 2 month കഴിയുമ്പോഴേക്കും ട്രയൽ എടുക്കാൻ പറ്റും. പഠിക്കണം എന്നില്ല, എഫേർട്ട് എടുക്കണം എന്നില്ല, ഒന്നും ചെയ്യണമെന്നില്ല. 2 month കഴിഞ്ഞ് നിങ്ങൾ വാഗ്ദാനം തന്നിട്ടുണ്ട് നമ്മൾ പഠിക്കാൻ പറ്റും, ട്രയൽ എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, ഇപ്പം നമ്മുടെ എന്നല്ല ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും അവിടുത്തെ കാര്യങ്ങൾ വെച്ച് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ്. അത് എന്ത് കാര്യം അങ്ങനെയാണ്, ബിസിനസ് ആണെങ്കിലും ഒരു ജോബാണെങ്കിലും നമ്മൾ അതിനെ പറ്റിയിട്ട് ഫസ്റ്റ് കുറച്ച് പഠിക്കണം. ഒരു സ്ട്രഗിളിങ് ടൈം ഉണ്ടായിരിക്കും ഏതിനും. ആ സ്ട്രഗിളിങ് ടൈം എത്രത്തോളം നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നോ അതുപോലെ ഇരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്, നമ്മൾ മാക്സിമം എത്ര പഠിക്കാൻ പറ്റുമോ പഠിച്ചതിൻ്റെ ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ പിന്നെ യൂട്യൂബിലാണെങ്കിൽ ഒത്തിരി വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും പ്രോപ്പറായിട്ട് ഇനിയിപ്പോൾ യൂട്യൂബ് വീഡിയോസ് കണ്ട് പഠിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു ചാനൽ മാത്രം ഫോളോ ചെയ്യാം. ഏതെങ്കിലും ഒരു ചാനൽ എടുക്കുക, അത് മാത്രം ഫോളോ ചെയ്യുക, അത് മാത്രം പഠിച്ചിട്ട് അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് പതുക്കെ ജസ്റ്റ് ഒരു എമൗണ്ട് വെച്ചിട്ട്, ഒത്തിരി എമൗണ്ട് ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു 500 രൂപയെങ്കിലും മതി, അതെങ്കിലും വെച്ച് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക. മീൻസ് ഒരു ഷെയർ എടുക്കുക, ഏതെങ്കിലും ഒരു കമ്പനി ഷെയർ എടുക്കുക, അത് അനലൈസ് ചെയ്യുക, ചാർട്ട് അനലൈസ് ചെയ്യുക, ജസ്റ്റ് അത് പഠിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ, ഈ സെഗ്മെൻറ്റ് എനിക്കും ഓക്കെ ആണോ എന്ന് നോക്കുക. ഒത്തിരി സെഗ്മെൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ എനിക്കിത് ഓക്കെ ആണെന്ന് ആദ്യം നോക്കണം. വേറൊരാൾ ഓപ്ഷൻ ചെയ്യുന്നു, കുറേ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് പറ്റിക്കൊള്ളണം എന്നില്ല. എൻ്റെ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ്, അവരുടെ ക്യാപിറ്റൽ കപ്പാസിറ്റി, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ സെഗ്മെൻറ്റ്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വേറൊരാൾക്ക് വേറെ സെഗ്മെൻറ്റിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയ വെച്ചാൽ എനിക്കത് കിട്ടണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ആദ്യം എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു 500 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക, ബൈയും സെല്ലൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് എമൗണ്ട് കൂട്ടി അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് വന്ന് അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് റിസ്കി സെഗ്മെൻറ്റിലേക്ക് പോയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെയാണ്, സോഷ്യൽ മീഡിയ ഒരു ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആണ് അല്ലേ. സോ ഇപ്പൊ 1 കോടി എന്ന് കേൾക്കുന്നതൊക്കെ വളരെ സാധാരണമായി പോയി. ത്രൂ സ്റ്റോക്ക് മാർക്കറ്റ്, ത്രൂ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ ഇതൊക്കെ ഭയങ്കരമായിട്ട്. അപ്പം എങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ചാനൽ നമ്മൾ ഫോളോ ചെയ്യണം, എങ്ങനെയാണ് ഇത് ഫിൽട്ടർ ചെയ്യുന്നത് ഒരാൾക്ക്? ബിക്കോസ് ഇപ്പൊ നമുക്ക് ഫ്രഷർ ആയിട്ട്, ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ള നമ്മളെപ്പോലുള്ള ഒരാൾക്കാണ് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഫ്രഷറിന് അത് ഫിൽട്ടർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഈ ഒരു നോയ്സ് ഒന്ന് ഫിൽട്ടർ ചെയ്യാനായിട്ട്? ഫസ്റ്റ് കാര്യം, ഒരു വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കണ്ട അവർ സംസാരിക്കുന്ന പ്രോപ്പർ വേ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് തന്നെ ചില വീഡിയോസിൽ കാണാം, ഫസ്റ്റ് അതിൻ്റെ ടാഗ് ലൈൻ എന്താ പറയുക, ഈ ഇൻഡിക്കേറ്റർ വെച്ച് നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു ടാഗ് ലൈൻ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാകുക. പക്ഷേ ത്രൂ ഔട്ട് നമ്മളൊരു 1 hour ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് അതിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ട് പറയുന്നുണ്ടാവില്ല. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം അത് ഫേക്കാണെന്ന്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന, റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാവും. അല്ലാതെ പ്രോപ്പറായിട്ട് കറക്റ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡീപ്പായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം സെലക്ട്, ഫസ്റ്റ് കാണുന്ന സമയത്ത് കുറച്ചധികം വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് ഒരു ചാനൽ സെലക്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് മാത്രം ഫോളോ ചെയ്ത് പോകുക. പക്ഷേ ഇതിനെല്ലാത്തിൻ്റെ നോളജ് എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളത് മാത്രം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ഫീൽഡ് ഉണ്ട്, ചാറ്റ് GPT നമുക്ക് നോക്കാൻ പറ്റും, ജെമിനി, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഞാനൊക്കെ വന്ന സമയത്ത് നമുക്ക് ചോദിക്കാൻ, ഡൗട്ട് ചോദിക്കാൻ അധികം ആൾക്കാരൊന്നും ഇല്ല. ഇപ്പോൾ യൂട്യൂബിൽ ഒത്തിരി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ചാറ്റ് GPTയും ജെമിനി നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നമുക്ക് എന്ത് അനലൈസും കാര്യത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ, ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് ടെക്നോളജീസും കാര്യങ്ങളും, ഇപ്പം ആൽഗോ ട്രേഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ AI ഇന്റഗ്രേഷൻ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ പഴയ മാർക്കറ്റ് അല്ല, നമ്മളൊരു 5 വർഷം 10 വർഷത്തേക്കൊന്നും പോകണം, ഒരു 5 വർഷത്തെ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ഡിഫറൻസ് ഐഡിയാസ് വന്നിട്ടുണ്ട്, ഒരുപാട് ഇംപ്ലിമെന്റേഷൻസ് വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പം ഒരു സ്റ്റോക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ പണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഒരു ഫണ്ടമെന്റൽ അനലൈസ് ചെയ്യണമെങ്കിൽ ഒരുപാട് നോക്കണം. പക്ഷെ ഇപ്പോഴൊക്കെ ഇപ്പം എൻറിച്ചിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ എല്ലാം ഒരു സിംഗിൾ സ്ക്രീനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ്, എത്രത്തോളം, ബിക്കോസ് യു ആർ ഓൾമോസ്റ്റ് മോർ ദാൻ 8 years, ഓൾമോസ്റ്റ് ഒരു ഡെക്കേഡ് ആവാൻ പോകുന്നു. അപ്പം എങ്ങനെയാണ് ആ ഒരു മാറ്റത്തെ കാണുന്നത്, ഇല്ലെങ്കിൽ അത് എത്രത്തോളം യൂസ്ഫുൾ ആണ് ഈ ഒരു ടെക്നോളജി? ഏറ്റവും ഈസി ആണെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ നമ്മൾ ഫേക്കിൽ ചെന്നപ്പെടാൻ ഏറ്റവും ചാൻസും ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈസി മെത്തേഡ് എന്ന് വെച്ചാൽ, നമുക്ക് പണ്ടാണെങ്കിൽ ഇപ്പോൾ ഈ ഫണ്ടമെന്റൽസ് നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം മുതൽ ആ കമ്പനീനെ പറ്റി അനലൈസ് ചെയ്ത് പഠിച്ച് ഓരോ
അതിൻ്റെ ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഒരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് ജസ്റ്റ് ChatGPT ഒരു സ്റ്റോക്കിനെ പറ്റി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ സമ്മറി കിട്ടും, കൺക്ലൂഷൻ അടക്കം എന്ത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം, വേണോ വേണ്ടേ, എല്ലാം നമുക്കവിടെ കിട്ടാനുണ്ട്. അപ്പോൾ ആ ഡാറ്റാസും കൂടി നമുക്ക് കവർ ചെയ്തിട്ട് നമുക്ക് പറ്റുമെങ്കിൽ മാത്രം അതിലോട്ട് ഇറങ്ങിയാൽ മതി. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് FD ഉണ്ട്, ഇല്ലെങ്കിൽ ചിറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അല്ലേ. സോ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിലൊക്കെ ഇഷ്യൂസും ഉണ്ട്. ഇപ്പോൾ FD വലിയ ഇഷ്യൂസും അങ്ങനെ കാര്യങ്ങൾ, പക്ഷെ ചിറ്റ് ഫണ്ട്സിലൊക്കെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിൽ സ്മൂത്ത് ആയിട്ടും ഉണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പം ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. സോ അങ്ങനെ പേടിയുള്ളവർക്ക് എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ് എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇന്നത്തെ ഒരു എസ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്? അതെ അതെ. ഇപ്പോൾ ബാങ്ക് FDയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇയർലി ബേസിസിൽ ഒരു 7% 8% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ കൂടുതലായിട്ടും ഇത്രയും കാലം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് അറിയുന്നതും ഏറ്റവും എന്താ പറയുക ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം FD ഇടുക എന്നുള്ളതാണ്. അതേപോലെ ചിറ്റ് ഫണ്ട്സ് ഒക്കെ. അപ്പോൾ ഇവർക്ക് അധികം അറിയുന്ന കാര്യം അതാണ്, ബാങ്കിൻ്റെ കാര്യങ്ങളാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് നമുക്ക് ഒത്തിരി ഒന്നും ധാരണ ഇല്ല എന്ന് പറയും. ഇപ്പോൾ യൂട്യൂബ് റീൽസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് അധികം എത്തുന്നില്ല ഇതിനെക്കുറിച്ച്. അധികം മിഡിൽ ഏജിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അവർക്ക് ഒന്നാമത്തെ ഒരു കാര്യം ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പിന്നെ ഒന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്നൊരു സെഗ്മെൻറ്റ്, ഇല്ലെങ്കിൽ ക്യാഷ് മൊത്തം പോകുന്ന സെഗ്മെൻറ്റ്. ഇത് രണ്ടുമാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പുറത്തേക്ക് ഒരാൾ പറഞ്ഞു കൊടുത്ത് അറിയാം. ഒരാൾക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് ഇപ്പോൾ ഒരു തെറ്റ് വെറുതെ ജസ്റ്റ് ട്രേഡ് എടുത്തു, അവർ ലോസിലായിട്ടുണ്ടെങ്കിൽ, ഒന്നും അറിയാതെ ട്രേഡ് എടുത്തു ലോസിലായി കഴിഞ്ഞാൽ അവർ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആക്ഷേപിച്ചിട്ടാണ് പറയുക സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാലേ ക്യാഷ് പോണ സെഗ്മെന്റ് ആണെന്ന്. അതെ അതെ, ഗാംബ്ലിംഗ് ആണ്. ജസ്റ്റ് നമുക്ക് കിട്ടി പോയപ്പോൾ ഇതൊരു ഗെയിം. എൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, നീ എന്തോ ഒരു ഗെയിം കളിക്കുന്നില്ലേ, എത്ര ക്യാഷ് കിട്ടുന്നു എന്നൊക്കെ. എനിക്ക് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരിക. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അത്രയും അനലൈസ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, അതും അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മീൻസ് ഈ ഗാംബ്ലിംഗ് എന്നുള്ള ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്താണ് ഈ ഒരു എന്താ പറയുക ഒരു ഉറപ്പുമില്ല അതിന് വേണ്ടിയിട്ട്. ക്യാഷ് കിട്ടുന്ന ഉറപ്പില്ല. ക്യാഷ് ഇട്ട് കഴിഞ്ഞത് മൊത്തത്തിൽ വൈപ്പ് ഔട്ടായി പോകുന്നൊരു ധാരണയാണ് ഈ ഏജിലായിട്ടുള്ള ആൾക്കാർക്ക് വരുന്നത്. അവരാണ് കൂടുതലും FDനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ മിഡിൽ ഏജിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവർക്ക് എന്താ നമ്മളെപ്പോലെ യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ ചെയ്യുന്നവർക്കും കുറച്ചും കൂടെ ഇൻവെസ്റ്റിങ്ങിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് അവയർനെസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് റേഞ്ചിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഒത്തിരി സെഗ്മെൻ്റ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇപ്പം FD ഇടുന്നതും മേ ബി മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് സ്റ്റോക്കും ഇതേപോലെ വാങ്ങി ഷെയറൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പിന്നത്തേക്കും ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, അതെ, അതിനെക്കുറിച്ച് അത്രയ്ക്കും ബോധേഡ് എല്ലാവരും. ഏറ്റവും കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നതും ഒരു ലംസമായിട്ട് ഒരു എമൗണ്ട് എടുത്തിട്ട് കുറച്ച് ഒരു സ്റ്റോക്കിലേക്കൊക്കെ ഇട്ട് വെക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കാര്യം. മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് SIP ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. നമുക്ക് ഇപ്പോൾ ഓരോ സമയത്ത് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ ടൈമിൽ കുറച്ച് ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ എല്ലാ മാസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത് എൻഡ് അല്ലെങ്കിൽ ഇയർ എൻഡ് ആകുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ പ്രോഫിറ്റും കയറി വരുവാണ്. പിന്നെ സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഈ ഡിവിഡൻസ് ഒക്കെ കിട്ടുന്നത് വലിയ കാര്യമായിരിക്കും. ഈ എന്താ പറയുക, മാസം നമുക്ക് സാലറി പോലത്തെ നമ്മളൊന്നും അറിയുന്നില്ല, നമ്മൾ അതിനെപ്പറ്റി ഒരു വർക്ക് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, വേറെ ചെയ്യുന്നില്ല. കുറച്ച് എമൗണ്ട് ഫസ്റ്റത്തെ എടുക്കുന്ന ഒരു വൺ ടൈം എഫേർട്ട് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് ഓരോ മാസം സാലറി പോലെ ഒരു ഇൻകം ജനറേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും ബെറ്ററാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പം ഇവിടെ ഞാനൊരു മോം ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ഒരുപാട് ഈ ഒരു മോം എന്നുള്ള കാലഘട്ടത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് പലർക്കും ജോലി ചെയ്യാൻ പറ്റാറില്ല. അത് ഓഫ്കോഴ്സ് അത് 24/7 ഒരു ജോബാണത്. അപ്പോൾ യൂഷ്വലി നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം, എവറി ഇയർ ബർത്ത്ഡേസ് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. സോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആ സമയത്ത് നമുക്ക് ഒരു FD ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, എന്തെങ്കിലും ആ ഒരു ഏജ് തൊട്ട് 1 year to 18 years, നമുക്കൊരു 18 years കഴിയുമ്പോഴാണ് ഒരു മേജർ ബഡ്ജറ്റ് അലൊക്കേഷൻ വരുന്നത്, ഒരു മേജർ കോഴ്സോ അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുന്നത്. സോ എന്താണ് ശരണ്യയുടെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു അഡ്വൈസ്? അതൊരു അടിപൊളി ഐഡിയ ആണ്. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ദീപാവലിക്ക് നമ്മൾ
സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഈ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇടുന്ന പോലെ നെയിം ഷഫിൾ ചെയ്തിട്ടിട്ട് എല്ലാവരും ഗിഫ്റ്റ് ഷെയർ ചെയ്യാണ് ചെയ്തത്. സ്റ്റോക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് മക്കൾക്കായാലും അവരുടെ പേർക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് അവർക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയൊരു എമൗണ്ട്, കിട്ടുന്ന എമൗണ്ട് 500 500, 1000 1000, ആ എമൗണ്ട് എടുത്തിട്ട് ഒരു ഗിഫ്റ്റ് പോലെ എടുത്ത് വെക്കാം. അതേപോലെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും അത് ഗിഫ്റ്റായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു എഫക്റ്റ് അറിയുന്നതേ ഇല്ല, നമ്മളെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ ചെറിയ എമൗണ്ട് എടുത്ത് വെക്കുന്നുണ്ട്, ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഓരോ മാസം എടുത്ത് വെക്കുന്ന എമൗണ്ടാണ്. നമ്മളൊരു 10-12 വർഷം കഴിയുമ്പോൾ മക്കൾക്ക് പഠിച്ച് വലിയൊരാളാവുന്ന സമയത്തേക്ക് അത് എപ്പോഴും നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. അതേപോലെ ആസ് എ മോം, ഇപ്പം നമുക്കൊക്കെ നമ്മുടെ ആ ഒരു ഏജിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഒന്നും നമുക്ക് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സോ നമ്മൾ ജസ്റ്റ് മാത്സ് എന്താണെന്ന് പഠിച്ചതേ ഉള്ളൂ, പ്രാക്ടിക്കൽ ആയിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല. സോ ഇപ്പൊ എന്താണ് ആസ് എ മോം എങ്ങനെയാണ് എന്താ പറയാ, സോ യുവർ സൺ എങ്ങനെയാ ടീച്ച് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ചെറുപ്രായത്തിൽ നിന്ന് എന്താണ് അതിന്റെ ഇമ്പോർട്ടന്റ്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മോമിന് അത് ടീച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഫാദർ ഓർ മദർ, എങ്ങനെയാണ് അവർക്കത് ആ ഒരു ഫിനാൻഷ്യൽ എന്താ പറയാ ലിറ്ററസി ഇല്ലെങ്കിൽ ഈ ഒരു സേവിങ്സിന്റെ ഇമ്പോർട്ടന്റ്, എങ്ങനെയാണ് മണി വർക്ക് ചെയ്യുന്നത് എന്നുള്ള എങ്ങനെയാണ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ മോനെ വേണ്ടിയിട്ടായാലും ഞാൻ ഫസ്റ്റ് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ഞാനൊരു ചെറിയൊരു കുടുക്കയാണ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവൻ ക്യാഷ് ഇട്ട് വെക്കുമ്പോൾ ഇപ്പോഴും കിട്ടുന്ന പൈസ കൊണ്ട് അവൻ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ അവൻ്റെ പേർക്ക് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഒരു SIP സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് അവന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവൻ്റെ പേർക്കും, മോനിപ്പോൾ 5-10 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ എന്നാലും അവൻ്റെ പേർക്കും എനിക്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റും. അത് ഒരു മൈനർ അക്കൗണ്ട് എടുക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, മക്കൾക്ക് വേണ്ടി ചെയ്യാനായിട്ട്. അപ്പോൾ അതിലും നമുക്ക് ഓരോ എമൗണ്ട് എടുത്ത് വെച്ചിട്ട് സേവിങ്സ് എടുത്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം, ഫസ്റ്റ് ഇവർ ചെറിയ കുട്ടിയായ സമയത്ത് വാങ്ങുന്ന ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ്, ഒരു 10 രൂപയ്ക്ക് അവർക്ക് വാങ്ങുന്ന മിഠായി എല്ലാവരും ഇപ്പോൾ വാങ്ങുന്നത് അല്ലേ. അപ്പോൾ 10 രൂപയ്ക്ക് അന്നൊരു മിഠായി ഡയറി മിൽക്ക് കിട്ടുമെങ്കിൽ ഇന്ന് അത് വാങ്ങാൻ 15 രൂപ വേണം. അപ്പോൾ അത് തന്നെ അവർക്കൊരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഈ 10 രൂപ മിഠായി അവർക്ക് ചിലപ്പോൾ 20 റുപ്പീസോ 50 റുപ്പീസോ ആകും. അതാണ് ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ്റെ കാര്യം നമുക്ക് ആ ലെവലിൽ മാത്രം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി മാത്രം മതി ഇവർക്ക്. അടുത്ത വർഷം അവർക്ക് വാങ്ങണമെങ്കിൽ ഇന്നേ ഒരു പൈസ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഒരിക്കലും തന്നെ ഇരുന്ന് വളരില്ല. ക്യാഷ് നമ്മൾ FD ഇട്ടാലും അത് അവിടെ അതേപടി കിടക്കുകയുള്ളൂ, ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ചേ വരുന്നുള്ളൂ. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം മിഠായി അല്ല, അതിൻ്റെ അപ്പുറത്തെ സാധനം വാങ്ങാനായിട്ടുള്ള എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ ഈ ഒരു ലേണിങ്ങിനെ കുറിച്ച്. ഡിസിപ്ലിൻഡ് ലേണിംഗ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ. ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റ് നല്ല, എനിക്ക് തോന്നുന്നു ജോബിലാണെങ്കിലും ശരി, ഏതൊരു കാര്യത്തിലും ബിസിനസ്സിലാണെങ്കിലും ആ ഒരു ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരുപാട് ഇന്ന് ഫ്രീ വെബിനാറുകൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഫ്രീ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് നോളജിനെ കുറിച്ച്. അതല്ലാതെ ചില കോഴ്സസ് ഉണ്ട്, 2 months 3 months ഒക്കെ കോഴ്സസ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അറ്റൻഡ് ചെയ്യണോ വേണ്ടിയോ? ഇല്ല പലർക്കും ഈ ഒരു എന്താ പറയുക, ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് നോയ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പം എങ്ങനെയാണ് ഇതൊരു പ്രോപ്പറായിട്ട് ലേൺ ചെയ്യാൻ ഇതൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആണ്? ശരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം, ഏറ്റവും പ്രോഫിറ്റബിലിറ്റി ഉള്ള കാര്യവും ഏറ്റവും കൂടുതൽ ലേൺ ചെയ്ത ശേഷം ട്രേഡിങ്ങിന് ഇറങ്ങിയ എന്നുള്ളത് മാത്രമാണ്. ഒത്തിരി ഇപ്പോൾ കമൻസ്, മെസ്സേജ്, പോസ്റ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എവിടെയും പോയി പഠിക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടംപോലെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ ചെയ്യാം. അതേപോലെ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പോസ്റ്റ് കാണാറുണ്ട് ഇതേപോലെ. പക്ഷേ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് ട്രേഡ് ചെയ്ത് പോകാം, ജസ്റ്റ് ട്രേഡ് ചെയ്യാം, കുറച്ച് ക്യാഷ് ഇടാം, 1-2 മാസം ചെയ്യാം, ഒരു 3 months വരെ മാക്സിമം പിടിച്ച് നിൽക്കും കുറച്ച് പേരെങ്കിലും. അത് കഴിയുമ്പോഴേക്കും അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അവർക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കില്ല. ആ പവർ ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതിനൊരു എന്താ പറയുക, ടൈം മാറ്റി വെച്ച് പഠിക്കാനുള്ളൊരു സമയം മെനക്കെടുത്തി കഴിഞ്ഞാൽ എന്തായാലും നമുക്കതിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഫ്രീ വെബിനാർസ് ഉണ്ട്, ഇപ്പോൾ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ക്യാഷ് കൊടുത്ത് പഠിക്കാനൊരു സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഫ്രീ വെബിനാർസ് ഒത്തിരി ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട്, ഇപ്പോൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വെബിനാർസിൽ കൂടെ നമുക്കതിൻ്റെ ബേസിക് നോളജ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ആ ബേസിക്സ് വെച്ച് നമുക്കൊരു ടോപ്പിക്ക് കിട്ടി, ഇത് പഠിക്കണമെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് വേണം നമുക്ക് മനസ്സിലായി. ആ ടോപ്പിക്ക് വെച്ച് നമുക്ക് വേണമെങ്കിൽ അത് മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് ChatGPTയോ ഒക്കെ വെച്ച് നമുക്ക് അത് മാത്രം അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സിലബസ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് എന്ത് പഠിക്കണം, സെക്കൻഡ് എന്ത് വേണം,
പിന്നെ നമ്മൾ ഏതിലേക്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് വരുന്ന സെഗ്മെൻറ്റ് എന്നാണ്. ഇതൊക്കെ നമുക്കൊരു ഈ വെബിനാർസും ക്ലാസ്സും വഴി നമുക്ക് കിട്ടും. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലാണ്. നമ്മളതിനെക്കുറിച്ച് എത്ര എഫേർട്ട് എടുക്കുന്നു, പഠിക്കുന്നില്ല, ശരിക്കും എല്ലാത്തിൻ്റെ ബേസിക്സ് നമ്മൾ എത്രത്തോളം ലേൺ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എത്രത്തോളം നമ്മളതിന് വേണ്ടി ബുദ്ധിമുട്ടുന്നോ, ഒരിക്കലും ഇതൊരു ഈസി മണിയോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. ക്യാഷ് ഓരോ രൂപ ഉണ്ടാവണം നമുക്ക് കാണാൻ പറ്റും. 0.05 പൈസ മുതൽ നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ക്യാഷ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും റിസ്ക് അതിനകത്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഒരിക്കലും ഇതൊരു ഈസി മണിയോ എന്താ പറയുക പെട്ടെന്ന് ഡെവലപ്മെൻറ്റോ ഒന്നും അല്ല. ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസും ഒത്തിരി വർഷത്തെ ഇതും നമ്മൾ സമ്മപ്പ് ചെയ്ത് കുറച്ച് കാലത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു 2 മന്തിൻ്റെ സമയം കൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് നമ്മൾ അത്രയും വർഷത്തെ എഫേർട്ട് നമ്മൾ എടുക്കുക തന്നെ വേണം. ബിക്കോസ് ഇത് നമുക്ക് ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല, അല്ല ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ലേൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിലൊരു കാര്യം കൂടെ പലർക്കും ഉള്ളത്, സ്റ്റോക്ക് മാർക്കറ്റ് ആരുടെ കയ്യിലാണോ ക്യാഷ് ഉള്ളത് അവർക്ക് വേണ്ടിയുള്ളൊരു പ്ലേസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പഠിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും വരെ ഒരു 100 രൂപയോ 500 രൂപയോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും തുടങ്ങാൻ പറ്റും അല്ലേ? സോ അതെന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഒരു ഇതിൽ പോലും തുടങ്ങാൻ പറ്റുമെന്ന് പറയുമ്പോൾ 100 രൂപയിലോ 500 രൂപയിലോ ചോദിക്കും. അതെ. ഇപ്പോൾ ഓൾമോസ്റ്റ് കോഴ്സിന് പോലും 50,000 എബോവ് 1 lakh എബോവ് ഒക്കെയാണ് കോഴ്സ് ഫീ വരെ വരുന്നത്. ഒരു MBBS അതൊക്കെ പഠിക്കണമെങ്കിൽ 5 വർഷത്തേക്ക് നമുക്ക് അത്ര എമൗണ്ട്, അതിനേക്കാളും എമൗണ്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് പഠിക്കാനായിട്ട്. പക്ഷേ ശരിക്കും വേസ്റ്റ് ഓഫ് മണി തന്നെയാണെന്ന് പറയാം. അത്ര എമൗണ്ടിനൊന്നും ആവശ്യമില്ല. നമ്മൾ ചെറിയ എമൗണ്ട് എടുത്ത് പഠിക്കാൻ റെഡിയാവുക. അതിനുശേഷം ഒരു 100 രൂപ വെച്ച് അല്ലെങ്കിൽ 500 രൂപ വെച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്തിനും നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്തേക്കാണ് മെയിൻ കാര്യം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക, ഏതെങ്കിലും ജസ്റ്റ് ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം മാത്രം വലുതിലോട്ട് പോകുക. അപ്പോൾ ഈ ചെറിയ എമൗണ്ട് നമുക്കൊരു സിംഗിൾ സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം, അതൊരു മെത്തേഡ്. പിന്നെ അതേപോലെ മ്യൂച്വൽ ഫണ്ടും ETF ഒക്കെ വരുന്നത് പോലെ, ETF എന്നൊക്കെ ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ പോലും ഒരു സ്റ്റോക്ക് അല്ല അതിൻ്റെ അകത്ത് വരുന്നത്, ഒരു ബൾക്ക് സ്റ്റോക്കുകളാണ്. ഒരു 1000 ഷെയർ ആയിരിക്കും ചിലപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു ഇൻസ്ട്രുമെൻ്റ് അകത്ത് വരുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 500 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഈ 500 രൂപ ഒരു സ്റ്റോക്കിലോട്ട് മാത്രമല്ല പോകുന്നത്, ഇത്രയും ഷെയർസിലേക്ക് ഒത്തിരി ഷെയർസിലേക്കാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത്രയും ഒരു ഷെയർ ഇനി ഇൻ കേസ് ലോസിൽ പോയാലും അടുത്ത ഷെയർ നമുക്കതിന് മാനേജ് ചെയ്യാനായിട്ടുണ്ടാകും. അപ്പോൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പം മ്യൂച്വൽ ഫണ്ടും ETF പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പലർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു സ്റ്റോക്ക്, ഒരു കമ്പനി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? ഇപ്പം ഒരുപാട് കമ്പനീസ്, ഒരുപാട് സെക്ടേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് എങ്ങോട്ടാണ്, ഇപ്പം നമുക്കറിയാം ഇന്ത്യയുടെ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ഇൻവെസ്റ്റർ എന്തൊക്കെയാണ് അവർ, ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണെങ്കിലും എന്തൊക്കെയാണ് അവർ ചെക്ക് ചെയ്ത് ആ ഒരു സ്റ്റോക്ക് ഫൈനലൈസ് ചെയ്യേണ്ടത്? അതെ, ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്യുന്ന വെച്ചാൽ ഒത്തിരി ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ ഡെവലപ്മെൻറ്റ് വെച്ച് നമുക്ക് ആ രീതിയിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഫാർമയൊക്കെ ഒരിക്കലും ലോസിലേക്ക് പോവാത്ത സെഗ്മെൻറ്റ്സാണ് ഫാർമ. അതേപോലെ ഫുഡിൻ്റെ ആണെങ്കിൽ എല്ലാ സെഗ്മെൻറ്റ്സുകളും, ഇപ്പോൾ ബാങ്കിങ് സെഗ്മെൻറ്റ്സ് എല്ലാം ഒരു ലെവലിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ. ഇപ്പോൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടൈം വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് താഴത്തേക്കല്ല. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിം നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഏറ്റക്കുറിച്ചൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഒരു ലോങ് ടൈം വ്യൂവിൽ നോക്കുമ്പോൾ എല്ലാം ഒരു ഹൈ ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒരിക്കലും താഴത്തേക്ക് വന്നിട്ട് അത് തിരിച്ച് കയറാത്ത ലെവലോട്ടൊന്നുമില്ല. അപ്പോൾ ഏത് സെഗ്മെൻറ്റ് എടുത്താലും അതിൽ നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഒരു വ്യൂ ഉണ്ടായിരിക്കണം. ഈ ഒരു സെഗ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ഫാർമ പറഞ്ഞു, അതേപോലെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ്, ഇപ്പോൾ പുതിയതായിട്ട് പ്രൊജക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഇതിലേക്കൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സ്റ്റോക്കിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതായാലും ഈ ഫണ്ടമെൻ്റൽസ് നോക്കാൻ നമുക്ക് ChatGPT ഡിപ്പെൻഡ് ചെയ്യാം, ഗൂഗിൾ ഡിപ്പെൻഡ് ചെയ്യാം. ഇതൊക്കെ നോക്കിയിട്ട് നല്ല സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. അതിൽ നല്ലൊരു എമൗണ്ട്, നല്ലൊരു പ്രൈസ് ലെവൽ കണ്ടുപിടിച്ചിട്ട് അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യാനും ടെക്നിക്കൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇപ്പം ആപ്ലിക്കേഷൻസിൽ തന്നെ നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം എൻറിച്ചിന്റെ ഒക്കെ ആപ്ലിക്കേഷൻസ്, ഓർക്ക ആപ്ലിക്കേഷൻസിലൊക്കെ ആണെങ്കിലും നമുക്ക് ഫണ്ടമെന്റൽസും ഒരു സിംഗിൾ സ്ക്രീനിൽ നമുക്ക് ഫണ്ടമെന്റൽസും ചെക്ക് ചെയ്യാം, ടെക്നിക്കൽസും ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു സ്റ്റോക്ക് എടുക്കണമെങ്കിൽ ഇപ്പൊ ഒരു ഐഡന്റിഫൈ ചെയ്തു, സെക്ടർ ഐഡന്റിഫൈ ചെയ്തു, ഒരു സ്റ്റോക്കും ഐഡന്റിഫൈ ചെയ്തു, അപ്പൊ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്. ഇപ്പൊ ഒരു ഓവറോൾ ഫിനാൻഷ്യൽ ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇരുന്നിട്ട്. പക്ഷെ അതിലിപ്പോ പറഞ്ഞ പോലെ ChatGPT അത് AI ഇന്റഗ്രേഷൻ നമുക്ക് ആപ്ലിക്കേഷനിൽ തന്നെ വന്നു. അതെ, അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ AI തന്നെ പറഞ്ഞു തരും നിങ്ങൾക്ക് ആ ഒരു ഓവറോൾ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്താണ് ആ കമ്പനിയുടെ, ഇല്ലെങ്കിൽ ഡെപ്റ്റ് ഉണ്ടോ, സോ ROA എന്താണ്, അതെ, സോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണോ ഇല്ലയോ, ഇല്ലെങ്കിൽ എന്താണ് ഒരു ഒപ്പീനിയൻ എന്നുള്ളത് നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടും. അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക്, എനിക്ക് തോന്നുന്നു
നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പൊ ശരിക്കും ഇത്ര ഈസിയാണ്. പണ്ടത്തെ ഞാനൊക്കെ വന്ന സമയത്തിനൊന്നും ചാൻസ് ഒരു ഇതില്ല, നമുക്ക് നോക്കാനൊരു ഇതില്ല, സോഴ്സേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാ ആപ്ലിക്കേഷനിലും ഇപ്പൊ പറഞ്ഞ ഓർക്കയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ്റെ അകത്തും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഈവൻ ഒരു ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ സ്ട്രൈക്കിന്റെ വരെ ഡീറ്റെയിൽസ് നമുക്ക് അതിന് കിട്ടാനുണ്ട് ഇപ്പം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ലെവലിൽ എത്താൻ പറ്റും സെഗ്മെന്റ് ആണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്. അതിന്റെ ദോഷവശം ഫസ്റ്റ് മനസ്സിലാക്കുക, പിന്നെ നല്ല വശം മനസ്സിലാക്കുക, അതാണ് ഒരു മെയിൻ കാര്യം. ഇപ്പൊ പറഞ്ഞല്ലോ ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒരു ഓപ്ഷൻ ട്രേഡിങ് റിയൽ ആയിട്ട് മനസ്സിലാക്കാൻ എത്ര നാളുടെ ട്രെയിനിങ് സെഷൻ വേണം, ഇല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് വേണം, അല്ലെങ്കിൽ എത്ര ഒരു കണ്ടിന്യൂസ് ആയിട്ട് എത്രത്തോളം എഫേർട്ട് വേണം നമുക്ക് ഒരു ഓപ്ഷൻസ് ട്രേഡിങ്ങിലേക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് എന്താ പറയുക അതിലൊന്ന് കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് ട്രേഡ് ചെയ്യാനും വേണ്ടിയിട്ട്? നമ്മൾ ഇമോഷൻസ് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത സമയം വരെ നമ്മൾ അവിടെ ഒന്നും ആവുന്നില്ല. നമ്മൾ എപ്പം മുതലാണ് നമ്മൾ ഇമോഷനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നത്, അപ്പം മുതൽ ഒരാൾ സക്സസ് ആകും, ഒരു സ്റ്റെപ്പ് എത്തിയെന്ന് പറയാം. ഏറ്റവും മെയിനായിട്ട് ഇപ്പോൾ ഓപ്ഷൻ ട്രേഡിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷവും, ലോസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡൗണും ആവാതെ എല്ലാത്തിനും ഒരു മീഡിയം ലെവലിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ന്യൂട്രൽ ലെവൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷൻസ് ഇല്ലാതെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്താൽ നമുക്ക് എന്തായാലും സക്സസ് ആകാൻ പറ്റും. അപ്പോൾ ഡിസിപ്ലിൻഡ് ആവാന്ന് വെച്ചാൽ തന്നെ ഒത്തിരി ട്രേഡുകൾ നിരത്തി എടുക്കാതെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്ന 1-2 ട്രേഡ്സ് മാത്രം പെർ ഡേ എടുക്കുക. ഇപ്പം ഇയർലി നമുക്ക് നോക്കുമ്പോൾ ഒരു 12 ട്രേഡ് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇയർലി. അതിന് പകരം 40-50 ട്രേഡ് സിംഗിൾ ഡേ എടുക്കുന്ന ആൾക്കാരും ഉണ്ടാകും. ബ്രോക്കറേജ് കുറേ കൊടുക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് അതിന് കാര്യമൊന്നുമില്ല. അപ്പോൾ സിംഗിൾ ഡേ സിംഗിൾ ട്രേഡ്, അതേപോലെ ഒരു മാസം എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് വേണമെന്നൊരു നിർബന്ധമില്ല. നല്ല പ്രോപ്പറായിട്ട് മാർക്കറ്റ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി, ഒരു നിർബന്ധമില്ല. നമുക്ക് ആരുടെടുത്തും പറയേണ്ട ആവശ്യമില്ല, നമ്മളെ എന്താ പറയുക നോക്കാൻ വേറൊരു ബോസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കണ്ട ഒരു ട്രേഡ് കണ്ടു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയാൽ മാത്രം എടുക്കുക. ഏറ്റവും മെയിൻ നമ്മുടെ ഇമോഷൻ. നമ്മൾ മെൻ്റലി ഒട്ടും ഓക്കെ അല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ദിവസം മാർക്കറ്റ് ഓക്കെ ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് നമ്മുടെ ഫോൾട്ടല്ല, നമ്മളതിൽ നിന്ന് ഡിസിപ്ലിനായിട്ട് മാറി നിൽക്കുക. അതും ഒരു സ്ട്രാറ്റജിയാണ്, പ്രോഫിറ്റ് ആകാൻ ഒരു സ്ട്രാറ്റജിയാണ് അത്. ഇപ്പം ഈ ഒരു ഇമോഷണൽ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം കമ്പാരിറ്റീവ്ലി ടു മെൻ, സോ യെസ് അവർക്ക് മൂഡ് സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വിമന്റെ കാര്യത്തിൽ ഒരുപാട് മൂഡ് സ്വിങ്ങും കാര്യങ്ങളൊക്കെ മന്ത്ലി ഇങ്ങനെ റൊട്ടീനായിട്ട് അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ സമയത്തൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ അഡ്വൈസബിൾ അല്ല. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം, ഇപ്പോൾ ഒരാൾ നമ്മൾക്ക് കൂടി ഇത് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്കൊരു ബെനിഫിറ്റാണ്. ഒറ്റയ്ക്കാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഇമോഷണലി ബാലൻസ് അല്ലാത്ത ദിവസം എടുക്കാതിരിക്കുക. കാരണം നമ്മൾ പ്രോസസ്സിങ് ടൈം ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഡിലേ വരും ടെൻഷൻ ആവുന്ന സമയത്ത്. ഈ 1 മിനിറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള സമയമാണ്. ഈ 1 മിനിറ്റ് ഓപ്ഷൻ ആണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഈ 1 മിനിറ്റ് കൊണ്ട് എന്തും സംഭവിക്കാം. നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ മറന്നു പോകണത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിലേ വരുന്നതോ നമ്മൾ വലിയ ഹ്യൂജ് ലോസിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ദിവസങ്ങൾ മാത്രം സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു സപ്പോർട്ട് വേറെ ഉണ്ടെങ്കിൽ, ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ സമയത്ത് ഇതിനെ ചെയ്തോ എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. കറക്റ്റ്. ഇപ്പം അതേപോലെ നമ്മൾ പറഞ്ഞു, ഇപ്പം എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ഇറ്റ്സ് ഓക്കെ, മാർക്കറ്റ് ഓക്കെ ആണെങ്കിലും പറ്റിയെന്ന് വരില്ല. ട്രേഡ് എടുക്കാത്ത ദിവസങ്ങൾ എങ്ങനെ അവർക്ക് ലേൺ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ലേ? ഈസി ആയിട്ട് ആ ടൈമിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഇപ്പം ഈ പേപ്പർ ട്രേഡിങ്ങിന്റെ ഒക്കെ ഇപ്പോഴും അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷനും കാര്യങ്ങളും എത്രത്തോളം അതിനൊരു വാല്യൂ ഉണ്ട് ഒരു പേപ്പർ ട്രേഡിങ് ചെയ്ത് നോക്കുന്നതിൽ? അതെ, പേപ്പർ ട്രേഡ് നമുക്ക് ആദ്യം റിയൽ ട്രേഡിനേക്കാളും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് പേപ്പർ ട്രേഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ബൈ ആൻഡ് സെല്ല് നമുക്ക് ഈസി ആകും. കാരണം നമുക്ക് ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാനുള്ള സ്പീഡും ഇതെല്ലാം നമുക്ക് ഈസി ആകും. പക്ഷേ അവിടെ ഒരു ജസ്റ്റ് പ്രശ്നം എന്ന് വെച്ചാൽ ഇമോഷൻസ് ഇല്ല. പേപ്പർ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനില്ല, നമ്മുടെ റിയൽ മണി അല്ല യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രോബ്ലം മാത്രമാണ് പേപ്പർ ട്രേഡിലുള്ളത്. അപ്പോൾ റിയലായിട്ട് ട്രേഡ് എടുക്കുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് എന്താ പറയുക, പ്രൈസ് ലെവൽ കുറഞ്ഞ് നമുക്ക് ലോസ് വന്നാൽ മാക്സിമം ഇത്രയും ലോസ് വരുള്ളൂ എന്ന് ഉറപ്പുള്ളത്രയും എമൗണ്ട് മാത്രം കീപ്പ് ചെയ്തിട്ട് റിയൽ ട്രേഡ് തന്നെ ചെയ്ത് പഠിക്കാം. പേപ്പർ ട്രേഡിനേക്കാളും കുറച്ചും കൂടെ ഈസി അല്ല, കുറച്ചും കൂടെ പ്രാക്ടിക്കലി അതെ റിയൽ ട്രേഡ് എടുക്കുന്നത്. പേപ്പർ ട്രേഡ് ഒരുപാട് പേര് പേപ്പർ ട്രേഡ് എടുക്കും, ആ സമയത്തൊക്കെ സക്സസ് ആയിരിക്കും. പക്ഷെ അവിടുന്ന് നേരെ ഇപ്പുറത്തോട്ട് വരുന്ന സമയത്താണ് എനിക്ക് മൊത്തം കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അവിടെ ഇമോഷനാണ് വർക്കാവുന്നത്. അപ്പോൾ ഇമോഷനെ ബാലൻസ് ചെയ്യാൻ എപ്പോൾ പഠിക്കുന്നു അതാണ് ഒരു ടൈം. ഒരു 10-12 വർഷത്തെ ട്രേഡ് എക്സ്പീരിയൻസ് കൊണ്ട് ഒരു കാര്യമില്ല. ഒരാൾക്ക് 2 മാസം കൊണ്ട് അയാളുടെ ഇമോഷൻ കൺട്രോൾ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ ആ സമയം മുതൽ നല്ല ട്രേഡർ ആകും. തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാം മാർച്ച് വി ആർ സെലിബ്രേറ്റിംഗ് വുമൻസ് ഡേ, March 8th അല്ലേ? അപ്പം
ആസ് എ മോം ട്രേഡർ അല്ലെങ്കിൽ ഒരു വുമൺ ട്രേഡർ എന്നുള്ള രീതിയിൽ എന്താണ് ശരണ്യക്ക് എന്താ പറയുക വുമൻസിനോട് പറയാനുള്ളത്? ലൈക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവർ മുമ്പോട്ട് വരാനായിട്ട് ഇനിയും എന്താ പറയുക സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ അതെ. അവർക്ക് എന്ത് പ്രചോദനമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ വുമൺസിന് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക, ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് വെക്കുക എന്നുള്ളത് ഫസ്റ്റ് കാര്യം. അപ്പോൾ എന്തിനു വേണ്ടി നമ്മളൊരു എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ജോബാണെങ്കിലും എന്ത് ജോബിനും ഒരു സ്ട്രഗിളിങ് ടൈം ഉണ്ട്. ആ സ്ട്രഗിളിങ് ടൈം ഇവിടെയും ഉണ്ട്. ഇതൊരു ഈസി മണി കിട്ടുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ആക്കാൻ പറ്റുന്ന സംഭവമേ അല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അതിന് എവിടെ നിന്നാണോ പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നത് അവിടെ നിന്ന് പഠിക്കുക. ആ പഠിക്കാൻ വേണ്ടി ഒരു എഫേർട്ട് മാറ്റി വയ്ക്കുക, ഒരു ടൈം അതിന് വേണ്ടി തന്നെ മാറ്റി വയ്ക്കുക. അപ്പോൾ അതിനുശേഷം സിംഗിൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു 100 റുപ്പീസ് വെച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് നമുക്ക് കംഫർട്ടാണോ നോക്കുക. ആ സെഗ്മെൻറ്റ് എനിക്കത് ഓക്കെ ആണോ എന്നാൽ മാത്രം അതിലേക്ക് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഒത്തിരി സെഗ്മെൻറ്റ്സ് പഠിക്കുന്ന സമയത്തും ഒരുപാട് സെഗ്മെൻറ്റ്സുകൾ പഠിക്കും. അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് എന്ത് സെഗ്മെൻ്റ് ആണോ എനിക്ക് പറ്റുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്യുക. മെൻ്റലി ഓക്കെ ആയിരിക്കുക, ഇമോഷണലി ഡിസിപ്ലിനായിട്ട് മാത്രം ട്രേഡ്സ് എടുക്കുക. ഇപ്പോൾ എന്താ പറയുക, കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിലും ഒത്തിരി ജോബ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ കഷ്ടപ്പെട്ടിട്ട് പുറത്തൊക്കെ പോയി ജോബ് ചെയ്യുന്നവരുണ്ട്. അതേപോലെ IAS എടുക്കുന്നവർക്കാണെങ്കിലും ഈ മക്കളെ വെച്ചിട്ടും അവർ അതിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർ എഫേർട്ട് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ എഫേർട്ട് ഇവിടെ എന്തായാലും ഇട്ടേ പറ്റുള്ളൂ. ഒരു ടൈം മാറ്റി വയ്ക്കുക പഠിക്കാനും എല്ലാത്തിനുമായിട്ട്. ഇപ്പോൾ നമുക്ക് ഫൈനലി ഒരു ക്ലോസിംഗ് ആയിട്ട്, ഹാവ് യു മെയിൻറ്റെയിൻ ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റിംഗ് ആൻഡ് ദിസ് ട്രെയിനിങ് ജേർണി ആൻഡ് ഫാമിലി? ഇതെല്ലാവർക്കും ഒരു ഇപ്പൊ പറഞ്ഞല്ലോ ആസ് നമ്മൾ വുമൻസ് ഡേ ആണ്, എന്താണ് ചെയ്യേണ്ടത് അല്ലെ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഫസ്റ്റിലത്തെ കാര്യം. അതായത് ഒരു പോയിന്റ് എടുത്ത് വെക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ശരണ്യയുടെ എക്സ്പീരിയൻസ് ആസ് എ മോം, ആസ് എ ട്രേഡർ, ആസ് എ ട്രെയിനർ ആൻഡ് ഇൻവെസ്റ്റർ, സോ ഇങ്ങനെ ഒരു 4 ഡിഫറെന്റ് മേഖലകൾ, ഈ ഒരു എന്താ പറയുക ട്രെയിനർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് കൊണ്ടുപോവുകയാണ് അല്ലെ, ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോഴും ഫാമിലി ലൈഫും ഉണ്ട്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഷെഡ്യൂളിങ് കറക്റ്റ്. നമ്മൾക്ക് എല്ലാവർക്കും 24 അവറേ ഉള്ളൂ. അത് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവർക്കും 24 അവറാണുള്ളത്. ഒരു ദിവസം കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നവർക്കും സെയിം ടൈമാണുള്ളത്. അപ്പോൾ ഓരോ സമയം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ കറക്റ്റ് മോർണിംഗ് എണീക്കുന്നത് മുതൽ വൈകുന്നേരം രാത്രി ഉറങ്ങണ വരെ സമയം വരെ ഫുൾ ഷെഡ്യൂളിങ്ങിലായിരിക്കും. ഇത്ര മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി പഠിക്കാൻ മാറ്റി വയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ ഇമോഷനെ എഫക്റ്റ് ചെയ്യാതെ നമ്മൾ ട്രേഡ് ചെയ്യുകയും വേണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും ട്രേഡ് ചെയ്യുന്ന സമയത്തും എനിക്കും ഇമോഷണലി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഞാനൊരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. കാരണം ഞാനിത്തെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് വന്നത് കൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യാം. ഇപ്പം നമുക്ക് മക്കളുണ്ടായിരിക്കും. അപ്പം മക്കളുടെ കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും എൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഫസ്റ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് 9:15 മാർക്കറ്റ് ഓപ്പൺ ആവും. ആ സമയത്തായിരിക്കും എൻ്റെ മോന് വെള്ളം വേണ്ടി വരിക. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. പക്ഷേ മോനെ അപ്പുറത്ത് ഇരുത്തിയിട്ട് നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യാം. നമ്മുടെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കാം, വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം മാറ്റി വയ്ക്കാം. ഷെഡ്യൂളിംഗ് ആണ് ഏറ്റവും മെയിൻ എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ കൂടുതലായിട്ടും എസ്പെഷ്യലി ഫോർ വുമണിന് വേണ്ടിയാണ് ഡിസ്കഷൻ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ശരണ്യയുടെ എക്സ്പീരിയൻസ് ആസ് എ ഒരു മോമായിട്ടും അതേപോലെ ട്രേഡറായിട്ടും ഇൻവെസ്റ്ററായിട്ടും ട്രെയിനറായിട്ടും ഒക്കെ എങ്ങനെയാണ് ലൈഫ് ബാലൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൽ സക്സസ് ആവാൻ പറ്റിയത് എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് പലർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. സോ ഫസ്റ്റ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള എന്താ പറയുക പോയിന്റും എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം താങ്ക് യു സോ മച്ച് ശരണ്യ. എനിക്ക് തോന്നുന്നു ഒരുപാട് വുമണിന് ഇതൊരു എൻകറേജ്മെന്റ് ആയിരിക്കണം, അവർക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവണം. സോ അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് എല്ലാവരും ഇൻവെസ്റ്റിംഗിലേക്ക്, കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റിംഗിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതേപോലെ വീണ്ടും ഒരു ഗസ്റ്റുമായിട്ട് കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം. നന്ദി.